ആത്മാവാം ദൈവമേ വരണേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഡിസംബർ 5-ാം തീയതി ഇന്നത്തെ വിശുദ്ധ ബലിമധ്യേ നമുക്ക് വേണ്ടി വിചിന്തനത്തിനു വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനങ്ങൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 17 മുതൽ 26 വരെയുള്ള വാക്യങ്ങളും മത്തായി സുവിശേഷം 9-ാം അധ്യായം 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ്. ഒന്നാം വായനയിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നു, ചെകിടർ കേൾക്കുന്ന ദിനം വരുന്നു, അന്ധർ കാണുന്ന ദിനം വരുന്നു, ശാന്തശീലർ സന്തോഷിക്കുന്ന ദിവസം ആഗതമാകുന്നുവെന്ന. തെറ്റിലേക്ക് വഴുതിപ്പോയവ വിവേകത്തിലേക്ക് മടങ്ങി വരുന്ന ദിനങ്ങൾ ആസന്നമായെന്ന ഒന്നാമത്തെ വായനയിലൂടെ യെശയ്യാ പ്രവാചകൻ നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ സുവിശേഷത്തിൽ മത്തായി സുവിശേഷം 9-ാം അധ്യായം 27 മുതൽ 31 വരെയുള്ള വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പ്രവചനം ഇവിടെ നിവർത്തിക്കപ്പെടുകയാണ്. അന്ധർക്ക് കാഴ്ച ലഭിക്കുന്നു. 2 അന്ധർ യേശു കടന്നു പോകുന്നുവെന്നറിയുമ്പോൾ അവർക്ക് കാഴ്ച ലഭിക്കണം. അവർ അഭിമുഖീകരിക്കുന്ന 3 പ്രതിസന്ധികളുണ്ട്. 1, അവിടെ അന്ധതയാണ്. 2, ആരും അവരെ ഈശോയുടെ അടുക്കൽ കൊണ്ടുപോകാനായിട്ടില്ല. 3, വലിയ ജനക്കൂട്ടമാണ്. ഈ 3 പ്രതിസന്ധികളുടെ മുമ്പിലും തളരാതെ, അവർ അതിനെക്കുറിച്ച് ആകുലപ്പെടാതെ അവർ ഈശോയെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അവർ വിളിക്കുമ്പോ അവർ ഈശോയുടെ അടുക്കിലേക്ക് കരഞ്ഞുകൊണ്ട് എത്തുകയാണ്. ഈശോയുടെ അടുക്കിലെത്തുമ്പോ ഈശോ ചോദിക്കുന്നു, ഞാൻ എന്ത് ചെയ്തു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എനിക്ക് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അവർ പറയുന്നു, ഉവ്വ, നിനക്ക് ഞങ്ങൾക്ക് കാഴ്ച തരാനായിട്ട് ഈശോയെ നിനക്ക് പറ്റുമെന്ന് ആ 2 അന്ധർ ഈശോയോട് പറയുകയാണ്. അവിടെ വിശ്വാസം അവർക്ക് കാഴ്ച തിരിച്ചു കിട്ടാനായിട്ട് കാരണമായി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ തളർത്താനായിട്ട് മനുഷ്യർക്ക് നമ്മളെ പറ്റും, ജീവൻ കളയാനായിട്ട് മനുഷ്യർക്ക് പറ്റും. എന്നാൽ എഴുന്നേൽപ്പിക്കുന്നവൻ യേശുവാണ്. നമ്മളെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നവൻ യേശുവാണ്. നമ്മളെ ശക്തിപ്പെടുത്തുന്നവൻ യേശുവാണെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ആഗമന കാലത്തിന്റെ 5-ാമത്തെ ദിവസത്തിലായിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപക്ഷെ ഈ 2 അന്ധർ യേശുവിന്റെ അടുത്ത് എത്തിപ്പെടാനായിട്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമുക്കുമുണ്ടാകാം. ഒരുപക്ഷെ അന്ധതയായിരിക്കാം, ശാരീരികമായ അന്ധതയല്ല, നമ്മുടെ ആത്മീയ ജീവിതത്തിലെ അന്ധതയായിരിക്കാം. 2ാമത്തേത്, ആരും നമുക്ക് യേശുവിനെ കുറിച്ച് ഒരുപക്ഷെ പറഞ്ഞു തരാനില്ലാത്ത സാഹചര്യം ഉണ്ടാകാം. 2ാമത്തേത്, വലിയ ജനക്കൂട്ടങ്ങളായിരിക്കാം. നമ്മൾ ദൈവത്തിൽ നകറ്റിക്കൊണ്ടിരിക്കുന്ന ചില ജനക്കൂട്ടങ്ങൾ ഉണ്ടാകാം. അത് സോഷ്യൽ മീഡിയ ആയിരിക്കാം, നമ്മുടെ സുഹൃത്തുക്കളായിരിക്കാം, നമ്മുടെ ബുദ്ധി കൊണ്ടുള്ള പല ചിന്തകളായിരിക്കാം. യേശുവിനെ നമ്മിൽ നിന്നും അകറ്റുന്നവർ. ഈ അന്ധർ അവർ എങ്ങനെയാണോ ഈ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചത്, നമുക്കും ആ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാൻ യേശുവിനെ നിങ്ങൾ വിളിക്കുക. ജനം നമ്മളെ തളർത്തും, ജനം നമ്മളെ തളർത്തിക്കളയും, അവർ നമ്മളെ വീഴ്ത്തും. പക്ഷേ എഴുന്നേൽപ്പിക്കാൻ കഴിയുന്നവന്റെ പേര് യേശുവാണ്. നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയോട്. ഈശോയെ, ഞങ്ങൾ ഒത്തിരി വീണ് കിടക്കുന്നവരാണ് ഈശോയെ, തളർന്നൊരു മനസ്സാണ് ഈശോയെ. രോഗത്തെക്കുറിച്ച് തളർന്നിരിക്കുന്നു, കുടുംബത്തിന്റെ കടബാധ്യതകളെ കുറിച്ച് ഒത്തിരിയേറെ വിഷമിക്കുന്നു, രോഗാവസ്ഥകളെ കുറിച്ച്, കടബാധ്യതകളെ കുറിച്ച്, നാളെയെക്കുറിച്ചുള്ള ആകുലതയെക്കുറിച്ച്, മക്കളുടെ പഠനത്തെക്കുറിച്ച്, പഠന മേഖലയെക്കുറിച്ച്, പണി പൂർത്തിയാക്കാത്ത വീടിന്റെ അവസ്ഥയെക്കുറിച്ച് എല്ലാം ഓർത്ത് ഈശോയെ തളർന്നു കിടക്കെ. നീ എന്റെ അടുക്കിലേക്ക് വരണം ഈശോയെ. അവർക്കങ്ങ് കാഴ്ച കൊടുത്തതുപോലെ ഇന്ന് ഞാൻ ഈശോയെ നിന്നോട് പറയുന്നു, ഈശോയെ, എന്നെ എഴുന്നേൽപ്പിക്കാൻ നിനക്ക് സാധിക്കുമെന്ന് ഉറച്ച ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക്
പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ. നമ്മളെ എഴുന്നേൽപ്പിക്കാൻ കഴിയുന്നവന്റെ പേര് യേശു എന്നാണ്. പരിശുദ്ധൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.